വിറ്റല്ല ഇരിക്കട്ടെ. ആ ഫാത്തിഹ ഓതുമ്പോ ഞങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നെങ്കിലും ഞങ്ങൾ കൂട്ടമായി നിസ്കരിക്കുന്നെങ്കിലും ആ ഫാത്തിഹ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അല്ലാഹുവോട് പറയുന്നൊരു വാക്കുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം? ഫാത്തിഹ അല്ലേ ഏറ്റവും ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് കടിമ, പക്ഷ ആ ഫാത്തിഹന്റെ അർത്ഥമെങ്കിലും ഞാനും നിങ്ങളും പഠിക്കണ്ടേ. എന്തു പഠിച്ചില്ലെങ്കിലും അതെങ്കിലും അറിയണ്ടേ. ഫാത്തിഹയാണത്. 5 നേരം നിസ്കാരത്തിൽ നിർബന്ധമാണത്. 17 വട്ടെങ്കിലും ഒരു ദിവസത്തിൽ ഡെയിലി ഓതേണ്ട സൂറത്താണത്. മാത്രമല്ല ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം നിസ്കാരമേ അല്ല. തലകുത്തി മറിഞ്ഞു കൊണ്ട് നിസ്കാരമാണില്ല. ഫാത്തിഹ ഓതാണ്ട് നിസ്കരിച്ചെങ്കിൽ നിസ്കാരമാണില്ല. അപ്പൊ ഫാത്തിഹ എന്നത് വലിയ കാര്യമാണ്. എല്ലാവരും നേരെ കേക്കി. ആ ഞാൻ എന്ത് പറഞ്ഞു? എന്നെ നോക്കി, നിങ്ങൾ ആരപ്പുറം നോക്കണ്ട. ഞാൻ എന്ത് പറഞ്ഞേ? ഓതുമ്പോ ഇയ്യാക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ ഇതിന്റെ അർത്ഥം? ഇയ്യാക പടച്ചോനെ നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ വേറെ ആരെയും ആരാധിക്കുന്നില്ല. ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് നിനക്ക് മാത്രം. ആരാധനക്കർഹൻ, ഇബാദത്തിനർഹൻ നീ മാത്രം. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്ന, വേറെ ആരോട്ടും ഞങ്ങൾ സഹായം തേടുന്നില്ല. ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കു വേണായിട്ട്, വെച്ച് സൗണ്ട് കിട്ടു വേണായിട്ട്. പടച്ചോനെ നിന്റെ മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അപ്പൊ ഈ മൈക്കമ്മ ഇതൊരു വസീല മാത്രമാണ്, ഇതൊരു മീഡിയേറ്റർ മാത്രമാണ്. ഇതിൻ്റെ ഒട്ട ഞങ്ങൾ സഹായം തേടുന്നില്ല. ഈ സൗണ്ട് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും എല്ലാ കാര്യം സഹായിക്കുന്നതും അല്ലാഹു മാത്രമാണ്. പിന്നെ ഞങ്ങൾ ഉമ്മൻ്റെ ചോറ് കൊണ്ടുപോവാ, ഡോക്ടറിന്റെ മരുന്ന് തരൂ, മൈക്ക് ഓപ്പറേറ്ററോട്ട് സൗണ്ട് ചന്താക്കുറോ, ഔലിയാക്കന്മാരൊട്ട് ഞങ്ങളെ കാക്കുറോ എന്നൊക്കെ കേൾക്കുന്നത് അത് അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ ആക്കിയിട്ട് വെച്ചിറ. അല്ലാഹു അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു കഴിവ് കൊടുത്തറ. അവരെ ഞങ്ങൾ അല്ലാഹ്ക്കിടതല്ല. ഒക്കെ ചില ആൾമാർ അങ്ങനെ ഒരു അപ്പാർത്താക്കിക്കൊണ്ടുള്ള ഈ ലൈറ്റ് ബൾബ് ഉറൂസെല്ലാം കാണുമ്പോൾ ചില ആൾമാർക്ക് ജോറത് കൂടെ ഉണ്ടയില്ലെന്നറിയാലേ. അള്ളാഹു ഞങ്ങളെ മക്കളെ ഈമാന് കാക്കട്ടെ. ഔലിയാക്കന്മാർ കേൾക്കാല, അങ്ങനെ സഹായിക്കാലെന്നെങ്കിൽ നന്റെ പിടിക്കറൂ അങ്ങനെ കേക്കോ തീറാ നോക്കാം. നാളെ കിണറ്റക്ക് ബുള്ളറ്റ് പോലാ, കിണറ്റക്ക് ജാറ്റ് ബുള്ളറ്റ് അല്ല കാക്കട്ട് ബുള്ളണ്ട. ഇൻ കേസ് ഞാൻ ഉദാഹരണം ചൊന്നു, ഒരു വേള വീണെങ്കിൽ അവിടെ എങ്ങനെ അരബായിട്ടോ പഠിച്ചോണേ നീ റോപ്പ് ഇടല്ല, റാട്ട ഇടല്ല, നന്റെ മീത്താക്കല്ലാന്നാ. ഓക്കെ നാരായണ അമ്മബ്ബ മുഹമ്മദ് കുഞ്ഞ് കമോൺ ജൽദി ആവോ അങ്ങനെയല്ലേ വിളിക്കുന്നേ. അപ്പൊ അതങ്ങനെ കേട്ട നീയല്ലേ ചൊന്നേ അല്ലാറട്ട് മാത്രം കേൾക്കണോ? നീ റോപ്പ് കേൾക്കുന്നു, റാട്ട കേൾക്കുന്നു, എന്ത് വിളിക്കുന്നു? അല്ലാതെ വിളിക്കണ്ടേ? നീ എന്ത് കോര വിളിച്ചേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? ആരെന്താക്കുന്നെങ്കിലും അയാൾ റാട്ട് കൊണ്ടുവന്നെങ്കിലും അയാൾ റോപ്പ് കൊണ്ടുവന്നെങ്കിലും ആ മഹാനരോട് പറഞ്ഞിട്ട് ആ മഹാനർ വല്ലതും ചെയ്തു പോയെങ്കിലും എല്ലാം എല്ലാ സഹായത്തിന്റെയും ഉഗമസ്ഥല അതിന്റെ ഉത്ഭവം അള്ളാഹുവിൽ നിന്നിട്ടാണ്. മഹാന്മാർ മുഖേന സഹായിക്കുന്നതും അള്ളാഹുവാണ്. അപ്പൊ മഹാന്മാർ ഞങ്ങൾക്ക് സഹായികളാണെന്നുള്ള ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവരോട് സഹായം തേടുന്നു. അതവരെ അള്ളാഹ്ക്കുന്നതല്ല, അതവർക്ക് ഇബാദത്ത് എടുക്കുന്നതല്ല, അതവരെ പടച്ചോനാക്കുന്നതല്ല. അവർ അള്ളാന്റെ ഖലീഫമാരാണ്, അവർ അള്ളാന്റെ ദൂതന്മാരാണ്, അവർ അല്ലാഹു തആല അനുഗ്രഹിച്ച മഹാന്മാരാണ്. അവർക്ക് അല്ലാഹു പ്രത്യേകമായ ചില അൺലിമിറ്റഡ് ആയിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കല്ല തന്നിട്ടില്ല. അത് വെച്ചിട്ട് ഞങ്ങൾ അവരോട് കേൾക്കുന്നത് ചോദിക്കുന്നത് തെറ്റല്ല. ഏതായാലും മഹാന്മാരോടുള്ള നല്ലൊരു ബന്ധം നമുക്ക് വേണം. അതുകൊണ്ട് ഞങ്ങളെ ഈമാനിന് ഒരു തകരാറും വരാനില്ല. പക്ഷേ അത് വെച്ചിട്ട് അവിടെ സുജൂദിടാൻ പാടില്ല. ഏത് മഹാന്റെ മക്ബറയിലും സുജൂദിടാൻ പാടില്ല. മക്ബറകളുടെ മുമ്പിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കാണാൻ പാടില്ല. സ്പർശനമോ ദർശനമോ പാടില്ല. അത് എവിടെയും പാടില്ല. ഉറൂസിന്റെ ഇവിടെ എന്ന് മാത്രമല്ല, അത് ബജാറിലായാലും പറ്റേല, എവിടെയായാലും പറ്റേല. അല്ല പൊറുക്കാത്ത ഹറാമായ കാര്യങ്ങള് അത് സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലാ ഇടത്തും ഹറാമാണ്.